സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും മെമ്മറി ടാസ്കുകളിൽ ഡിഫറൻസ് ഉണ്ടെന്ന് പറയാറുണ്ട്. സ്ത്രീകൾക്ക് ആളുകളുടെ മുഖം, കഥകൾ, വാക്കുകൾ, ഈവൻസ് ഇതൊക്കെ ആണുങ്ങളെക്കാൾ കൂടുതൽ ഓർത്തിരിക്കാൻ പറ്റുമെന്ന് പറയാം. പക്ഷേ ആണുങ്ങൾക്ക് കൂടുതലും സ്പേഷ്യൽ മെമ്മറിയാണ്. അവർക്ക് ഒരു സ്ഥലത്തേക്കുള്ള റൂട്ട്, ചില സ്ഥാനങ്ങൾ വെച്ചുള്ള സ്ഥലം, ഇതൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെ മെമ്മറിയിൽ വരും. പൊതുവെ ഇങ്ങനെ പറയാറുണ്ട്, സ്റ്റോറേജ് കപ്പാസിറ്റിയിൽ സ്ത്രീകളാണ് മുന്നിൽ. ആണുങ്ങളെക്കാൾ കൂടുതൽ മെമ്മറി സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി സ്ത്രീകൾക്കുണ്ട്. ഒരു പുസ്തകത്തിൽ വായിച്ചാണ്, ഇത്തിരി എക്സാജറേറ്റ് ചെയ്ത് എഴുതിയേക്കാണ്, തമാശയായിട്ട് എഴുതിയിരിക്കുകയാണ്. സ്ത്രീകൾക്ക് മെമ്മറി 2 നിലയാണ്. ഗ്രൗണ്ട് ഫ്ലോറും ഉണ്ട്, ഒരു ഫസ്റ്റ് ഫ്ലോറും ഉണ്ടാവും. ആണുങ്ങൾക്ക് ഗ്രൗണ്ട് ഫ്ലോർ മാത്രമേ ഉള്ളൂ. ഇനി സ്ത്രീകളുടെ മെമ്മറിയിൽ ഈ ഫസ്റ്റ് ഫ്ലോർ എന്ന് പറഞ്ഞത് പൊതുവെ അവർക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ചില ആൾക്കാരുള്ള ദേഷ്യം, അത്തരം കാര്യങ്ങൾ, അത്ര ഈവൻസ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് ഈ ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയാം. അതുകൊണ്ട് തന്നെ വഴക്കടിക്കുമ്പോൾ ചിലപ്പോൾ അവർ ഈ 1-ാം നിലയിലേക്ക് കയറിപ്പോവും. പിന്നെ കൂടുതൽ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊരു ഡേറ്റ് സഹിതം ഓർത്തെടുത്തൊക്കെ പറയുന്ന പറയാം. ആണുങ്ങളും പെണ്ണുങ്ങളും വ്യത്യാസമില്ലാതെ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ചില മനുഷ്യർ അവർക്ക് കിട്ടിയ അടികൾ മാത്രം സൂക്ഷിക്കാൻ ഒരു മുറി ഉണ്ടാക്കി വെക്കും, ഒരു അടിമുറി. അത് മാത്രം അതിൻ്റെ അകത്ത് ഉണ്ടാവുള്ളൂ. ആരുടെങ്കിലും ദേഷ്യം, വെറുപ്പ്, അവർ ചെയ്ത ചില തെറ്റുകൾ, ഇത് മാത്രം ഇങ്ങനെ സ്റ്റോർ ചെയ്യാൻ ഒരു മുറി. ഇന്നത്തെ ഗോസ്പലിൽ ഈശോ പറയുന്നു, ഷെയ്ക്ക് ദ ഡസ്റ്റ്, കീപ് ദ പീസ്. നിങ്ങളൊരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ആ വീട്ടിൽ സമാധാനം കൊടുക്കുക. സമാധാനത്തിന് അർഹതയുള്ള വീടാണെങ്കിൽ സമാധാനം അവിടെ താമസിക്കട്ടെ, അല്ലെങ്കിൽ സമാധാനം നിങ്ങളുടെ കൂടെ പോരട്ടെ. കീപ് ദ പീസ്. വചനം പറഞ്ഞു, ആ വചനം ആ നാട്ടിലെ ആൾക്കാരെ സ്വീകരിച്ചില്ല. ഉടനെ നിങ്ങൾ ചെയ്യേണ്ടത് ഷെയ്ക്ക് ദ ഡസ്റ്റ്, പൊടി തട്ടിക്കളെ. പൊടി പോലെ തട്ടിക്കളഞ്ഞിട്ട് നിങ്ങൾ പോരും. ഒന്നും മനസ്സിലെടുക്കണ്ട, ഒന്നും മുറിയിൽ വയ്ക്കണ്ട, ഉപേക്ഷിച്ചിട്ട് പോരുക. ഷെയ്ക്ക് ദ ഡസ്റ്റ്, കീപ് ദ പീസ്.